ഹായ് ഡിയർ. നമ്മളിവിടെ ഡിവൈൻ ഫെമിനൈൻസിന് ഈ ഒരു ന്യൂ മൂണിന് ശേഷം എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത്. ഡിയർ, നിങ്ങൾക്ക് കറണ്ട് എനർജിയിൽ ഫെമിനൈൻസിൻ്റെ കറണ്ട് എനർജിയിൽ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ വളരെയധികം നർച്ചറിങ് ആയിട്ട് കാണപ്പെടുന്നു. നിങ്ങൾ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനോടും മറ്റു വ്യക്തികളോടുമൊക്കെ വളരെയധികം നർച്ചർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ക്രൈസിസിൽ നിന്നൊക്കെ നിങ്ങൾ കുറച്ചെങ്കിലും മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടാകണം. ഓക്കെ ഡിയർ. അപ്പോൾ ഈ ഒരു കറണ്ട് എനർജിയാണ് കാണുന്നത്. അതിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു നൈറ്റ് ഓഫ് സോട്ട്സ് ആണ്. നിങ്ങൾ വളരെയധികം ആവേശഭരിതമായിട്ട് മുന്നോട്ട് പോയിരുന്നു ഈ ഒരു ജേർണി ബേസിസിൽ. നിങ്ങളുടെ ഒരു കൗണ്ടർ പാർട്ടിനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങളെന്തോ അങ്ങനെയാണല്ലോ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്തരത്തിലൊരു ഇൻറ്റൻഷനോട് കൂടി ആയിരിക്കണം, ആവേശത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഇത്രയും ആവേശം പാടില്ല, ഞാനൊന്ന് സമാധാനപ്പെട്ട് മുന്നോട്ട് വരണം എന്നൊക്കെ നിങ്ങൾ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഇപ്പോൾ ഒരു സമാധാനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജേർണി ബേസിസിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉടനെ ഒരു ചീറ്റിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അത് കൗണ്ടർ പാർട്ട് തന്നെ ആകണമെന്നില്ല. നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ഇതുവരെ കാർമിക്കാണെന്ന് തിരിച്ചറിയാത്ത കാർമിക്സ് ഉണ്ട്. അതായത് നിങ്ങളുടെ മുന്നിൽ വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യുകയും എന്നാൽ നിങ്ങളുടെ കാർമികമായിട്ടുള്ള കുറച്ച് വ്യക്തികളുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ടൈം കൂടിയാണ് വരാൻ പോകുന്നത്. ശ്രദ്ധയും വേണം. അവരുടെ ആ ഒരു ഇൻറ്റൻഷനിലൊന്നും നിങ്ങൾ ചെന്നപ്പെടാതെ നോക്കുക. അത്തരത്തിലുള്ള വ്യക്തികളുണ്ടോ നിങ്ങളുടെ ചുറ്റിലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ. ലോങ് റണ്ണിൽ നിങ്ങൾ പേജ് ഓഫ് വോൺസിലേക്കാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ലക്ഷ്യത്തെ ചൂസ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ലക്ഷ്യവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ഫലപ്രാപ്തിയും വന്നിട്ടുണ്ട്. മുള പൊട്ടി തുടങ്ങിയിരിക്കുന്നുണ്ടല്ലേ, അതൊക്കെ നിങ്ങൾ ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ്. നിങ്ങൾ എന്ത് സാഹചര്യത്തെയും ഫേസ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ടേക്ക് നല്ലൊരു വ്യക്തിത്വമായി ഒരു ജേർണി ബേസിസിലും നല്ലൊരു ഫെമിനൈൻ എനർജിയിലേക്ക് നിങ്ങൾ വരും എന്നാണ് ഈ ഡിവൈൻ ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ ഡിയർ. അപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾ സ്പിരിച്വൽ ബേസിസിൽ നിങ്ങൾ ഒരു നിരാശയിലൂടെ കടന്നു പോകുന്നുവെന്നും കാണുന്നു. ആ ഒരു നിരാശ എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഡിവൈനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട്. ചിലപ്പോൾ അത് ബന്ധങ്ങളായിരിക്കാം, നമ്മുടെ സോൾ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആയിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു. ചിലപ്പോൾ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തൊരവസ്ഥയിലും ആയിരിക്കാം. അത്തരത്തിൽ നിങ്ങൾ വിമുഖത കാട്ടിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഇതൊരു ഡിവൈൻ ജേണിയാണ്. നമ്മൾ ഡിവൈൻ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ട വ്യക്തികളാണ്. അവിടെ നമ്മൾ എത്രത്തോളം അത് ഒപ്പോസ് ചെയ്ത് നിൽക്കാൻ ശ്രമിച്ചാലും ഡിവൈൻ വീണ്ടും നമ്മളതിലേക്ക് തന്നെ കൊണ്ടുവരും. കുറച്ചുകൂടി സ്ട്രഗിൾ നമ്മളതിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതല്ലെങ്കിൽ ഒരു ചാൻസ് ഉണ്ട്, നിങ്ങളുടെ കൗണ്ടർ പാർട്ട് ബേസിൽ നിങ്ങൾക്ക് വേറെ വ്യക്തികൾ, അതായത് മാരേജ് പ്രപ്പോസലൊക്കെ വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങളുടെ കൗണ്ടർ പാർട്ടും ഉണ്ട്. നിങ്ങൾക്ക് കൗണ്ടർ പാർട്ടിനെയും ചൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ ഒരു പ്രപ്പോസൽസും ചൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലും ആയിരിക്കാം. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നിരാശയിലിരിക്കുന്നതായിട്ട് കാണുന്നു. ജേണിയുടെ ബേസായിട്ട് നിങ്ങൾ ഗ്രോത്തിലാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് താനും. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ കൗണ്ടർ പാർട്ടാണ്, നമുക്കൊരിക്കലും നിരസിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആ ജേർണി ബേസിസിൽ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ കൗണ്ടർ പാർട്ടിനെ അൺകണ്ടീഷണലി സോൾ ലെവൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അത് മാത്രമാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ. ഓക്കെ ഡിയർ. ഇവിടെ നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ചോദിച്ചപ്പോൾ റിവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സ്ഥിരതയോടുകൂടി വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അത് റിവേഴ്സ്ഡ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു സ്ഥിരത എവിടെയോ കുറയുന്നുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടും ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് ഈ കാര്യമായിരിക്കാം. ഓക്കെ ഡിയർ. ഈ ഒരു കാർമിക് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമല്ലോ. അപ്പോൾ
അതല്ലെങ്കിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ ഭാഗത്തുനിന്നും ആയിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളവിടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടേക്കാം. നമുക്കൊരു വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ, അതിലെന്തിലെങ്കിലും ഒരു സ്റ്റെബിലിറ്റി പോകുന്നൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഡിവൈനിൽ സറണ്ടർ ചെയ്തുകൊണ്ട്, ഡിവൈനിൽ വിശ്വസിച്ചുകൊണ്ട് സ്റ്റേബിളായിട്ട് മുന്നോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഡിയർ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ന്യൂ മൂണൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള വ്യക്തികളെ നമുക്ക് ഡിവൈൻ അവരുടെ റിയൽ ഫേസസ് കാണിച്ചു തരും. ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തൊരു ഹീലിംഗ് ആണ് ഞാനിനി അവിടെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ട്രിഗേഴ്സ് കിട്ടും. ആ ട്രിഗേഴ്സിന് ആനുപാതികമായിട്ട് എന്ത് ഹീലിംഗാണ് ഞാൻ ചെയ്യേണ്ടത് അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്കെല്ലാം ഒരുമിച്ച് ചെയ്യാൻ സാധിക്കില്ല. അതനുസരിച്ച് അതൊക്കെയും ചെയ്തു വരേണ്ടതാണ്. കൂടുതലും ഷാഡോ സെൽഫിലുള്ള ഹീലിംഗ് ആയിരിക്കും ഈ ഒരു ന്യൂ മൂൺ ടൈമിലൊക്കെ പോപ്പപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് മുന്നോട്ട് വരാം. അപ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഒരു ജേണി ബേസിസിലും നമ്മുടെ ഒരു വ്യക്തിത്വത്തിലും ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു ജേണി ബേസിസിൽ കറക്റ്റായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും അത് സാരമായിട്ട് തന്നെ ബാധിക്കും. ഓക്കെ ഡിയർ.